വിഭാഗതയിൽ താളം തെറ്റി CPMന്റെ ഭവന പദ്ധതി. അടിത്തറയ്ക്ക് മുകളിലേക്ക് വീട് ഉയരാത്തതോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം അന്തി ഉറങ്ങുന്നത് ബന്ധുവീടുകളിൽ. 6 വർഷം മുമ്പ് ജില്ലാ സെക്രട്ടറി R. നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, CPM വലിയ നിലയിൽ കൊട്ടിഘോഷിച്ച ഭവന പദ്ധതിയായിരുന്നു. ഇപ്പോൾ അത് അടിത്തറ മാത്രം പാകി 6 വർഷം മുമ്പ് നൽകിയ വാഗ്ദാനം ഇപ്പോഴും നടപ്പായിട്ടില്ല. നിർധന കുടുംബം സ്വന്തം വീടില്ലാതെ ബന്ധുവീടുകളിൽ കഴിയേണ്ട സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ സുധീഷ്. വിനോദ്, ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന് കാരണമായി മാറിയത് CPMലെ വിഭാഗീയത തന്നെയാണ്. 6 വർഷം മുമ്പാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഓരോ ലോക്കൽ കമ്മിറ്റിയും ആ ലോക്കൽ കമ്മിറ്റി പരിധിയിലുള്ള ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുക എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളിയിലും ഈ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത്. മാതാപിതാക്കൾ മരിച്ചുപോയ, വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയ 3 സഹോദരങ്ങൾക്കായാണ് വീട് ഒരുക്കാൻ തീരുമാനിച്ചിരുന്നത്. അന്ന് ശ്രീകുമാർ എന്ന വ്യക്തിയായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അതിനുശേഷം ശ്രീകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറുന്നു. പിന്നീട് CPMലെ വിഭാഗീയത ശക്തിപ്പെടുകയും ശ്രീകുമാർ തുടങ്ങി വെച്ചത് എന്ന രീതിയിൽ ഒരുപക്ഷെ കണ്ടുകൊണ്ടാകാം ഈ വീടിന്റെ നിർമ്മാണം അപ്പാടെ ഉപേക്ഷിച്ച ഒരു മട്ടാണ്. ഇപ്പോഴും വീട് നിർമ്മിച്ച് തരാമെന്ന് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ മാതൃ സഹോദരനും മറ്റും നമ്മളോട് പറഞ്ഞത്. അന്ന് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുകയും മീറ്റർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മീറ്റർ വാടക ഇനത്തിൽ ഉൾപ്പെടെയുള്ള തുക ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം വൈദ്യുതി ബോർഡിന് അടച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്നാൽ വീടിന്റെ നിർമ്മാണത്തിന് പിന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് വിവിധ ബന്ധു വീടുകളിൽ അന്തി ഉറങ്ങാൻ ഈ 3 സഹോദരങ്ങൾ, അതൊരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും അടങ്ങുന്ന ഈ സഹോദരങ്ങൾക്ക് നിർബന്ധിതരാവുന്നത്. ഇത് വലിയ രീതിയിലുള്ള അമർഷമാണ് നാട്ടുകാരിലും ഉണ്ടാക്കുന്നത്. കാരണം പാർട്ടി വാഗ്ദാനം ചെയ്ത് വീടിന്റെ നിർമ്മാണം ആരംഭിച്ച ഒരു ഘട്ടം വന്നതോടെ മറ്റ് ഭവന പദ്ധതികളിലും ഇവരെ പരിഗണിക്കാതെയായി. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്നും ലൈഫ് പദ്ധതിയിൽ നിന്നും ഒന്നും തന്നെ വീട് ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നു. തീർത്തും നിർധന കുടുംബമാണ്, കർഷക തൊഴിലാളികളാണ്. അതും പാർട്ടി കുടുംബമായിട്ട് പോലും പാർട്ടിയുടെ ഈ ക്രൂരത ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മാതൃ സഹോദരൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ലഭിച്ച വിവരം. എന്നിട്ട് പോലും ആ കുടുംബത്തോട് തീർത്തും അവഗണനയും ക്രൂരതയും കാണിക്കുമ്പോൾ ഈ കുടുംബം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനൊരു പരിഹാരം കാണാൻ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് സമീപവാസികൾ പറയുന്നു. എന്നാൽ അതിന് മുൻകൈയെടുത്ത് അത് നടപ്പാക്കാൻ ആരും തന്നെ ഇതുവരെ വന്നിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിൽ സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇവർക്ക് പ്രതീക്ഷയായുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയിലെ CPMലെ വിഭാഗീയത രൂക്ഷമായതോടെയാണ് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം സ്വന്തം വീടില്ലാതെ കഷ്ടപ്പെടുന്നത്. CPM 6 വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച് നടത്തിയ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഇപ്പോഴും അത് പൂർത്തിയാവാതെ തുടരുന്നത്. ഈ കുടുംബം ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.